യുദ്ധം അടുക്കളയിലും എത്തി. എണ്ണയും ഗ്യാസും ഒന്നും ഇനി വരുമല്ല കേട്ടോ. വല്ലാത്ത പ്രശ്നമില്ലടോ. ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങി ഒരു ചായ പിടി പോകാൻ പറ്റുമോ? എല്ലാം പൂട്ടിയില്ലേ? പൂട്ടി. എന്താ ഇനിയിപ്പോ ആദ്യം എന്ത് ചെയ്യണം അറിഞ്ഞ് ആദ്യം അമേരിക്കനെ വെടിവെച്ചങ്ങുന്നല്ലേ. ഇതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ട് പ്രവാസികൾ അനുഭവിക്കുന്ന ടെൻഷൻ പ്രശ്നം ഭയങ്കര സമാധാനം ഉണ്ടോ? എനിക്ക് അന്നല്ല സംശയം, ഇതെങ്ങനെയാ യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധം ഉണ്ടാകുന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പൊ മണീന്റെ ഇടവലത്തുള്ള കണ്ണേട്ടന്റെ പുരയെന്ന് തെങ്ങുമെന്ന് തേങ്ങ വീണ് വിചാരിക്കേ. മണി എന്ത് ചെയ്യുന്നു? ആരും കാണാണ്ട് പോയിട്ട് ആ തേങ്ങ എടുക്കുന്നു. അത് കണ്ണേട്ടൻ കാണുന്നു. എല്ലാം മോനെ, ഇനി എന്ത് ഉലുമ്പും കുലുമ്പും എല്ലാം ഉള്ള പരിപാടിക്ക് ആദ്യ ഉദാഹരണം എന്റെ പേര് പറഞ്ഞത്. അതെനിക്ക് ഇഞ്ച പേര് പറഞ്ഞപ്പോരെ എന്റെ അമ്മയാണ് സത്യം. ഞാൻ ഇതുവരെ ഏടുന്ന് തേങ്ങ എടുത്തു. ഇനി തേങ്ങ എടുത്ത് എന്നല്ലാതെ പറഞ്ഞു. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുമ്പോ എല്ലാം ഉദാഹരണത്തിന് എന്റെ പേര് തന്നെ പറയണം. ഞാൻ തേങ്ങ എടുക്കുന്ന എപ്പെങ്കിലും ഇനി കണ്ടിന്യൂ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു അത് ഇഞ്ചി വേറെ ആരെങ്കിലും ഇന്ത്യ ഇടവലത്തല്ലേ പറയല്ലോ പറഞ്ഞാ പറയാ. നീ എന്ത് പറഞ്ഞാൽ എന്റെ പുരയിലാണ് പറയുന്നത്. പുരയിലാണ് കൊണ്ട് പറയുന്നത്. എനിക്ക് തിരിഞ്ഞ് യുദ്ധം എങ്ങനെയാ ഉണ്ടാകുന്നത്.